ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ കറുമുറ കഴിക്കാനായിട്ട് ഒരു അടിപൊളി പപ്പടവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായാലും അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് കറുമുറ കഴിക്കാനായാലും ഈ ഒരു പപ്പടവട അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ പച്ചരി ഒരു 1.5 കപ്പോളം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുതിർത്ത പച്ചരി വെള്ളം കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അത് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് പച്ചരി വെച്ചിട്ടുള്ളത് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 വറ്റൽമുളകാണ്. അതിട്ട് കൊടുക്കുക. പിന്നെ ഓരോരുത്തരെയും എരിവിനനുസരിച്ച് എന്തോരം എരിവ് വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഉപ്പ് പിന്നീട് നമുക്ക് ആ ബാറ്റർ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ അരിയൊക്കെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അരച്ചെടുത്തിട്ട് ഉള്ള മിക്സിലേക്ക് വെള്ളം ഒഴിച്ച് അതിൻ്റെ അളവൊക്കെ പാകമാക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പ് വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അരിയൊന്നും ശരിക്കും അരഞ്ഞു വരില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ല സ്മൂത്തായിട്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, അത് അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ. ഇത്രയും കട്ടി നമ്മുടെ പപ്പടവടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ വേണ്ട. കുറച്ചും കൂടി ലൂസാക്കിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് 2 സാധനങ്ങളും കൂടിയുണ്ട്. ഒന്ന് നല്ല ജീരകവും അതുപോലെ കരിഞ്ജീരകവുമാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അല്ലെങ്കിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒഴിവാക്കാം. കറുത്ത എള്ള് വേണമെന്നുണ്ടെങ്കിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കാണാൻ ഒരു ഭംഗിയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ആ മാവ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കട്ടിക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പപ്പടവട അത്രയും ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു പാകത്തിന് വേണം നമ്മുടെ മാവ്. അതിനുശേഷം ആ മാവ് അവിടെ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പപ്പടം ഓരോന്ന് ഇതുപോലെ ഒന്ന് 2 സൈഡൊന്ന് ചൂടാക്കി എടുക്കണം. പപ്പടം ഭയങ്കര ഇങ്ങനെ നമുക്ക് പിടിക്കുമ്പോൾ ഒരു സ്റ്റിഫ്നെസ് ഇല്ലാതെയല്ലേ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് 2 സൈഡും ചൂടാക്കി എടുക്കുന്നത്. ഒത്തിരി ചൂട് കൂട്ടിയിടരുത് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായി പോവും. 2 സൈഡ് ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ പപ്പടമൊക്കെ ഇതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. എണ്ണ കറക്റ്റ് പാകമാണോ എന്നറിയാൻ കുറച്ച് മാവ് എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാവ് പെട്ടെന്ന് മുകളിലേക്ക് പൊന്തി വരുന്നുണ്ടെങ്കിൽ എണ്ണയുടെ ചൂട് കറക്റ്റായി കേട്ടോ. ഇനി നമുക്ക് ഓരോ പപ്പടം നമ്മൾ ആ ചൂടാക്കി വെച്ചിട്ടുള്ള പപ്പടവും ബാറ്ററിലോട്ട് മുക്കി ഇതുപോലെ ഇങ്ങനെ എടുക്കുക. നന്നായിട്ട് കോട്ട് ചെയ്യണം. പക്ഷേ കട്ടിയായിട്ട് ഇരിക്കരുത്. ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഊർന്ന് പോകുന്ന പരിവല്ല. എന്നാൽ പാകത്തിന് കുറച്ചൊക്കെ അതിന്മേൽ നിന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഊർന്ന് പോകണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ആ എണ്ണ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പപ്പടം ഇട്ട വശം അത് നന്നായിട്ട് പൊങ്ങി വന്നു. ബബിൾസൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പപ്പടം കുറച്ചിങ്ങനെ പൊങ്ങി വന്നതുകൊണ്ട് തന്നെ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് മുമ്പ് നമ്മൾ അതൊന്ന് ചെറുതായി കുക്കായിട്ട് വേണ്ട തിരിച്ചിട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററൊക്കെ ചിലപ്പോൾ അതിൽ ഒട്ടി പിടിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പപ്പടവട ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം. അപ്പോൾ ബാറ്റർ ഒത്തിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കും. അവിടെ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കുക. ഇതുപോലെ ഒരു ചെറിയ കോട്ടിങ് ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പടവട, ഒന്നാമത്തെ പപ്പടവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പപ്പടവടകളൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പപ്പടം ചൂടാക്കുന്നതിന് മുമ്പ് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൽ നിറയെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് പൊള്ളയ്ക്കാതിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പടവട എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പപ്പടവടയൊക്കെ റെഡിയായി. നല്ല അടിപൊളി പപ്പടവട റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മാവ് ഒത്തിരി കട്ടിക്ക് നമ്മുടെ പപ്പടത്തിൻ്റെ മീതെ വെച്ചിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ തണുത്ത പോലെയാണ് ഇരിക്കുക. ഒത്തിരി ക്രിസ്പി ഒന്നും ഇല്ലാണ്ട് ഈ മാവ് ഭയങ്കര കട്ടിക്കായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. പക്ഷെ നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് മാവ് എടുക്കുന്നത്. അതുപോലെ പപ്പടത്തിൻ്റെ മീതെ ഒത്തിരി കട്ടിക്കല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ.
കണ്ടോ, നല്ല തകർച്ചയുള്ള അടിപൊളി പപ്പടവടയാണ്. കണ്ടോ, നല്ല തകർച്ചയുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പപ്പടവട തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല നമ്മുടെ ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെ വൈകുന്നേരം കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.